إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم أيها الناس ഊസിക്കും ഇയ്യായ അവലം ബിതഖ്വല്ലാഹ്. പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ യഥാവിധി മനസ്സിലാക്കി അവൻ്റെ ജീവിതത്തിൽ ഓരോ മേഖലയിലും അവനെ യഥാവിധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. ഒരിക്കല് മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സന്നിധിയിലോട്ട് കടന്നു ചെല്ലുക. അള്ളാന്റെ റസൂൽ അദ്ദേഹത്തെ സ്ഥിരമായി കാണുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ തവണ കണ്ട സമയത്ത് സൗബാൻ റളിയല്ലാഹു അൻഹു ആകെ ശോഷിച്ച് ജീർണിച്ച് തീരെ അവശനായ ഒരവസ്ഥയിലാണ് അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അള്ളാന്റെ റസൂൽ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി സൗബാൻ? ഞെട്ടിപ്പോവാ, എന്താണ് ഈ രൂപത്തിൽ വന്നിരിക്കുന്നത്? താങ്കൾക്ക് എന്തെങ്കിലും മാരകമായ രോഗങ്ങളോ മറ്റു വല്ല പ്രയാസങ്ങളും ബാധിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സൗബാൻ റളിയല്ലാഹു അൻഹു തിരിച്ചു കൊടുക്കുന്ന മറുപടി, അള്ളാന്റെ റസൂൽ, എനിക്ക് ഒരു വിധത്തിലുള്ള രോഗമോ ശാരീരിക അസ്വസ്ഥകളൊന്നുമില്ല. പക്ഷെ എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് മാനസികമായിട്ട്. താങ്കളുടെ അടുത്ത് നിന്ന് ഞാൻ എപ്പോഴൊക്കെയോ അകന്ന് നിൽക്കുന്നുവോ അപ്പോഴൊക്കെ താങ്കളെ ഞാൻ അതിയായി താങ്കളിലേക്ക് എത്താൻ കൊതിക്കുന്നുണ്ട്, വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഉള്ളിലെ ആ സങ്കടം ഇങ്ങനെ അടിഞ്ഞു കൂടുകയാണ്. പിന്നീട് എൻ്റെ മനസ്സിലേക്ക് ഈ ചിന്ത കടന്നു വരും, അള്ളാന്റെ റസൂലെ, താങ്കൾ ഒരു നാൾ മരണപ്പെടും. താങ്കൾ അള്ളാഹുവിൻ്റെ സന്നിധിയിലെത്തുമ്പോ സ്വർഗത്തിലേക്ക് ഏറ്റവും ഉയർന്ന സ്ഥാനിയായിക്കൊണ്ട് താങ്കൾ പ്രവേശിക്കും. ഞാനും ഒരു നാൾ മരണപ്പെടുമല്ലോ. അന്ന് ഞാൻ അഥവാ സ്വർഗാവകാശിയായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ താങ്കളുടെ തലത്തിൽ നിന്നൊക്കെ എത്രയോ താഴ്ന്നൊരു തട്ടിലാവില്ലേ ഞാൻ പ്രവേശിക്കുക. എനിക്ക് താങ്കളെ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇനി അഥവാ ഞാൻ സ്വർഗാവകാശി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ താങ്കളിൽ നിന്ന് വിദൂരമായിട്ടുള്ള ഒരു സ്ഥലത്ത് താങ്കളെ ഒരു രൂപത്തിലും താങ്കളെ വീക്ഷിക്കാനോ ദർശിക്കാനോ താങ്കളുടെ ആ ഒരു സാന്നിധ്യം അറിയുവാൻ പോലും സാധിക്കാത്ത ഒരു സ്ഥലത്തായി പോകുമല്ലോ റസൂലെ. ഇതാലോചിച്ചുകൊണ്ട് എനിക്ക് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല, എൻ്റെ ഉള്ളിൽ വല്ലാത്ത വിഷമമാണ് റസൂലെ എന്നാണ് സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പോ ആ ഒരു സന്ദർഭത്തിലാണ് സൂറത്തു നിസായിലെ 69 ആയത്ത് അള്ളാഹു അവതരിപ്പിക്കുന്നത്. വമൻ യുതിഇല്ലാഹ വറസൂൽ, ആർ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നുവോ, ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹ്, അവർ അള്ളാഹു ശരിവെച്ചിട്ടുള്ള ആളുകളെ കൂട്ടത്തിൽ തന്നെയായിരിക്കും പരലോകത്ത്. ഈ അൻഅമല്ലാഹ് എന്നുള്ള നമ്മൾ സൂറത്തുൽ ഫാത്തിഹയുടെ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം വിശദീകരിക്കുന്ന ഭാഗത്ത് ആരൊക്കെയാണ് ആ കൂട്ടരെന്ന് ഈ ആയത്ത് മുഖേനയാണ് പലപ്പോഴും
വിശദീകരിക്കാറുള്ളത്. ആരാണെന്ന് അള്ളാഹു അവിടെ പറയാ, മിനൻ നബിയീന, നബിമാരുടെയും, വസ്സുദ്ദീഖീന, സാക്ഷ്യം വഹിച്ച ഏറ്റവും ഉത്തമ സമൂഹത്തിന്റെയും, വശുഹദ, രക്തസാക്ഷികളായ അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായവരുടെയും, വസ്വാലിഹീൻ, ഏറ്റവും സച്ചരിതരായിട്ടുള്ളവരെയും അവരുടെ കൂട്ടത്തിൽ തന്നെ അള്ളാഹു അവിടെ ഒരുമിച്ച് കൂട്ടുന്നുള്ള. ഇത് കേട്ടപ്പം അദ്ദേഹത്തിന് മനസ്സിൽ ഒരു സമാധാനം അന്നേരം ലഭിക്കുക. ഇത് ഒരു സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ മാത്രം കാര്യമല്ല കേട്ടോ. അള്ളാഹുവിന്റെ റസൂലിന്റെ ഓരോ സ്വഹാബത്തും ഒരു നിമിഷം പോലും ആ റസൂലിന്റെ അടുത്ത് നിന്ന് വിട്ടു നിൽക്കാൻ താല്പര്യപ്പെടാതെ നാളെ പരലോകത്തെത്തുമ്പോഴും ആ റസൂലിന്റെ കൂടെ കൈകൾ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി ആഗ്രഹിച്ചതായിരുന്നു ഓരോ സ്വഹാബത്തും. അത്രയധികം അവർക്കുള്ളിൽ ആ റസൂലിനോടുള്ള അതിയായ സ്നേഹം ഉണ്ടായിരുന്നു. അള്ളാഹു പറയുന്നുണ്ട്, ഓരോ വിശ്വാസികളും ഏതൊരവസ്ഥയിലായിരിക്കും റസൂലിനോടുള്ള അവരുടെ ഉള്ളിലുള്ള ഇഷ്ടം എന്നുള്ളത്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വിശ്വാസികൾക്കും, മുൻപ് കഴിഞ്ഞുപോയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് കൂടെ ജീവിച്ചവരെ കുറിച്ച് മാത്രമല്ല കേട്ടോ ഈ പറയുന്നത്. ഓരോ വിശ്വാസികൾക്കും അവരുടെ മാതാപിതാക്കളെന്നോ മക്കളെന്നോ ഗുരുനാഥന്മാരെന്നോ ബന്ധുമിത്രാദികളോ എന്നൊന്നല്ല കേട്ടോ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അവർക്ക് ഏറ്റവും അധികം അവർക്ക് അടുപ്പുണ്ടാവുക ആരോടാ? സ്വന്തത്തോട് തന്നെ. ആ സ്വന്തത്തേക്കാൾ കൂടുതൽ മിൻ അൻഫുസിഹിം, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്കുള്ളിൽ അതിയായ ഇഷ്ടം ഉണ്ടാവുന്നതാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഓരോ സ്വഹാബത്തും ഇത് അക്ഷരം പ്രതി അവരുടെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുള്ള ഒന്നായിരുന്നു. അവർക്ക് ആ രൂപത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉള്ളിൽ ആ ഒരു സ്നേഹം ഉണ്ടായിരിക്കുകയും നമുക്ക് ആ ഒരു തലത്തിൽ ആ ഒരു സ്നേഹം അനുഭവപ്പെടുന്നില്ല എന്നുള്ളതുമാണ് എന്നുണ്ടെങ്കിൽ എവിടെയോ ഒരു വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ആ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിലെ ഓരോ വ്യക്തിയോടുമുള്ള അതിയായ അതിരുകളില്ലാത്ത ആ ഒരു സ്നേഹം അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ യഥാർത്ഥ രൂപം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്ത. ഏതോ ഒരു പോയിന്റില് നമ്മുടെയൊക്കെ താല്പര്യങ്ങളും മുൻഗണനകളും അതൊക്കെ ഒരു വ്യതിചലിച്ച് മറ്റേതോ വശത്തോട്ട് പോയിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെ കേട്ടോ. അള്ളാഹുവിന്റെ റസൂല് ഒരിക്കല് ഏതാനും ആയത്തുകൾ ഇങ്ങനെ പാരായണം ചെയ്യാം. മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാര് അവരുടെ ഉമ്മത്തിനെ ഓർത്തുകൊണ്ട് അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ഓരോന്നായിട്ട് എടുത്ത് ഇങ്ങനെ പാരായണം ചെയ്യാം. ആദ്യമായിട്ട് സൂറത്തുൽ ഇബ്രാഹിമില് ആയത്ത്, റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനൻ നാസ്. വിഗ്രഹങ്ങളെ കുറിച്ചിട്ട് ഇബ്രാഹിം നബിയുടെ ചരിത്രങ്ങൾ എല്ലാവർക്കും പരിചിതമായിട്ടുള്ളതാണ്. അവരൊരുപാട് ആളുകളെ വഴികേടിലാക്കിയിട്ടുണ്ട്. ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി. പക്ഷെ ആ ആളുകളിൽ ആരൊക്കെ എന്നെ പിൻപറ്റിയോ അവര് എന്നിൽപ്പെട്ട, എന്റെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. വമൻ അസ്വാനി ഫഇന്നക ഗഫൂറുർ റഹീം. ആരെന്നോട് അനുസരണക്കേട് കാണിച്ച് മാറി നിന്നുവോ അവരോട് റബ്ബെ പുറത്തു കൊടുക്കാൻ നീയല്ലാതെ മറ്റാരുമില്ല, നീയാണ് ഏറ്റവും വലിയ കാരുണ്യവാനും പുറത്തു കൊടുക്കുന്നവനും എന്ന് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. അത് കഴിഞ്ഞിട്ട് സൂറത്തുൽ മാഇദയിലെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹു ഇബാദക്. നീ അവർക്ക് ശിക്ഷ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബെ നിന്നെ തടയാൻ മറ്റാർക്കും സാധ്യമല്ല, നിനക്കതിന്റെ പൂർണ്ണ അവകാശമുണ്ട്, അവരെല്ലാവരും നിന്റെ അടിമകൾ തന്നെയാണ്. വൈൻ തഗ്ഫിർ ലഹും, ഇനി അഥവാ നീ അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നീ ഉദ്ദേശിച്ചതെന്നുണ്ടെങ്കിൽ ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ തന്നെയാണ് ഏറ്റവും പ്രതാപശാലിയും ഏറ്റവും യുക്തിമാനും എന്നുള്ള ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന. ഇത് രണ്ടുകൂടി പാരായണം ചെയ്തു കഴിഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കൈകൾ ആകാശത്തോട്ട് ഉയർത്തി കക്ഷങ്ങൾ വെളിവാവുമാറ് ഉയർത്തിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് അല്ലാഹുമ്മ ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞ് ഇങ്ങനെ നിർത്താനാവാതെ നിയന്ത്രിക്കാനാവാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഉമ്മത്തിന്റെ കാര്യമോ എന്റെ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക.
കരച്ചിലിനൊരു അന്ത്യമില്ല. ആരും ചുറ്റുള്ളവരൊന്നും സമാധാനിപ്പിച്ചിട്ടോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്റെ ഉമ്മത്തിന്റെ കാര്യം എന്താവും എന്നുള്ള ഒരു വിഷമത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ അങ്ങോട്ട് അയച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുക. റസൂലെ, താങ്കളുടെ ഉമ്മത്തിന്റെ കാര്യത്തില് താങ്കൾക്ക് ഉറപ്പ് നൽകുന്നു, അവർക്ക് ഏറ്റവും നല്ല രൂപത്തിലുള്ള പര്യാവസാനമാവും ഉണ്ടാവുക എന്നുള്ള രൂപത്തിലുള്ള ഉറപ്പ് കൊടുത്ത്. മറ്റൊരു സന്ദർഭത്തിൽ സൂറത്തുൽ ദുഹായിലെ ആയത്ത് അവതരിച്ച സമയത്ത് റസൂലിന്റെ ഏറ്റവും സംതൃപ്തിയെ കുറിച്ച് പറഞ്ഞ ആ ഒരു സന്ദർഭത്തില് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് പറഞ്ഞ എന്താണെന്നുള്ള അറിയോ? എന്റെ ഉമ്മത്തിലെ ഓരോ ആളുകൾക്കും, ഓരോ ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് റസൂൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ മാത്രമല്ല കേട്ടോ, ഈ ഇരിക്കുന്ന നമ്മോരോരുത്തരെയും മുൻനിർത്തിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അവർക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല പര്യവസാനം കിട്ടുന്നത് വരെ എന്റെ ഉള്ളിൽ സമാധാനം ഉണ്ടാക്കാന്, സംതൃപ്തി ഉണ്ടാക്കാൻ സാധിക്കില്ല കേട്ടോ എന്നുള്ള. അത്രയേറെ ഉമ്മത്തിലെ ഓരോരുത്തരെയും ഹൃദയം കൊണ്ട് അതിയായി സ്നേഹിച്ചിട്ടുള്ള ഒരു മഹാനായ പ്രവാചകൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലങ്ങളില് അവശനായിരിക്കെ, ഒറ്റക്ക് നടക്കാൻ സാധിക്കാത്ത സമയത്ത് രണ്ട് സ്വഹാബത്ത് അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് താങ്ങിക്കൊണ്ട് ഓരോ കൈകള് അവരുടെ രണ്ടുപേരുടെയും തോളത്തിട്ടുകൊണ്ട് ഉഹദില് ഷഹീദായവരുടെ, അവരെ ഖബറടക്കിയിട്ടുള്ള സ്ഥലത്തോട്ട് ജന്നത്തുൽ ബഖീയിലോട്ട് പോകുന്നുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ നോക്കിക്കൊണ്ട് അസ്സലാമു അലൈക ദാറൽ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാഅല്ലാഹു ബികും ലാഹിഖൂൻ. അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങളിൽപ്പെട്ട മുഅ്മിനീങ്ങളുടെ സമൂഹമേ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സമാധാനം ഉണ്ടാവട്ടെ. അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളും നിങ്ങളുടെ കൂടെ എളുപ്പത്തിൽ തന്നെ എത്തുന്നതായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പതിവിൽ നിന്ന് പിന്നീട് വിപരീതമായിക്കൊണ്ട് ഒരുപാട് നേരം അവിടെ ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുക. റസൂലിന്റെ മുഖത്ത് ഇങ്ങനെ ഒരു വിഷമം പ്രകടമാവാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. അപ്പൊ സഹാബത്ത് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി റസൂലുള്ളാഹ്, എന്തിനാ താങ്കൾ ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ വിഷമിക്കുന്ന? മുൻപ് താങ്കൾ ഈ രൂപത്തിൽ കണ്ടിട്ടില്ലല്ലോ എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു കൊടുത്തിട്ടുള്ള മറുപടി, ഉദിതു അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനനാ, ഞാൻ എൻ്റെ സഹോദരന്മാരെ കാണാൻ ഇപ്പൊ അതിയായി കൊതിക്കുന്നുണ്ട് എന്നുള്ളത്. അവര് ഞെട്ടലോടുകൂടി അവർ ചോദിക്കുക, അലസ്ന ഇഖ്വാനക യാ റസൂലല്ലാഹ്, അപ്പൊ ഞങ്ങൾ താങ്കളുടെ സഹോദരന്മാരല്ലേ റസൂൽ, ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോ താങ്കൾ ഈ ഒരു വർത്താനം പറയേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നുള്ള രൂപത്തിലാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ അള്ളാന്റെ റസൂൽ അവരോട് തിരിച്ച് പറയുന്ന മറുപടി, അൻതും അസ്ഹാബുന, നിങ്ങള് എന്റെ സ്വഹാബത്താണ്, വഇഖ്വാനിന അല്ലദീന ലം യഅതു ബഅദ്. പക്ഷെ എന്റെ സഹോദരന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാന്നറിയോ? ഇതുവരെ ഭൂമിയിലേക്ക് വന്നിട്ടില്ലാത്ത, ഇനി വരാൻ പോകുന്ന, എന്നെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലെങ്കിലും എന്നെ ഹൃദയം കൊണ്ട് അതിയായി സ്നേഹിക്കുന്ന ഒരു കൂട്ടം എന്റെ സഹോദരന്മാര് അവര് വരാനുണ്ടേ. എനിക്ക് അവരെ കാണാനാണ് ഏറ്റവും അധികം ആഗ്രഹം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോ എത്രത്തോളമാണ് നാം ഓരോരുത്തരോടും ആ റസൂലിന് ഹൃദയബന്ധം ഉണ്ടായിരുന്നത് നാം ഒന്ന് ചിന്തിക്കാം. ഇതൊക്കെ പറയുമ്പോ പലപ്പോഴും നമുക്കിതൊരു പ്രാസത്തിന് വേണ്ടി പറയുന്ന ഒരു കാര്യമല്ല. ഒരു വ്യക്തിക്ക് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ എത്ര ആളുകളോട് സ്നേഹം കൊണ്ടു നടക്കാൻ പറ്റും? 1000 ആളുകളോട്, ഇനിയൊക്കെ ഒരു 10,000 ആളുകളോട്, ലോകത്ത് ഇനി വരാൻ പോകുന്ന എല്ലാ വ്യക്തികളോടും ഒരു മനുഷ്യൻ ഏത് രൂപത്തിലാണ്, എങ്ങനെയാണ് ഉള്ളിൽ സ്നേഹം കൊണ്ടു നടക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ തള്ളിക്കളയുന്ന ഒന്നാണ്. നമുക്കത് അംഗീകരിക്കാൻ സാധ്യമല്ല. കൃത്യമായിട്ട് മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. അള്ളാഹു സ്ഥാപിച്ച് നൽകിയിട്ടുള്ള ഒന്നാണ്. ഈ വരുന്ന ഓരോ ആളുകളോടും, നമ്മളോടും, നമ്മളുടെ മക്കളോടും, അന്ത്യനാൾ വരെ ഈ ലോകത്ത് വരാനിരിക്കുന്ന ഉമ്മത്തിലെ ഓരോ വ്യക്തിയോടും അതിയായ സ്നേഹം, അവരെ കണ്ടുമുട്ടാനും അവരുടെ വിജയത്തിനും വേണ്ടി വെമ്പൽ കൊണ്ട ഒരു ഹൃദയം കൊണ്ടു നടന്ന അതിമഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് ഞാൻ ആമുഖത്തില് ഓതി വെച്ചിട്ടുള്ള ആയത്ത്, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും, നിങ്ങളിലേക്ക് ഞാനൊരു പ്രവാചകനെ അയച്ചിട്ടുണ്ട്, നിങ്ങളിൽ തന്നെ പെട്ടിട്ടുള്ള ഒരു പ്രവാചകനെ അയച്ചിട്ടുണ്ട്. അസീസുൻ അലൈഹി മാ അനിത്തും, അദ്ദേഹത്തിന് നിങ്ങളെ ഓരോ വേദനകളും അതിലൊക്കെ വ്യാകുലനാവുന്ന ഒരു പ്രവാചകനാണ് ഞാൻ അയച്ചിട്ടുള്ളത്. ഹരീസുൻ അലൈക്കും,
നിങ്ങളുടെ ഓരോ കാര്യത്തിലും ഇനി വരുന്ന അദ്ദേഹത്തിന്റെ കണ്ടിട്ടും ഇല്ലാത്ത സമൂഹത്തിലെ ഓരോ ആളുകളെ കുറിച്ചിട്ടും ആശങ്കയുള്ള ഒരു പ്രവാചകൻ. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഓരോ വിശ്വാസിയുടെയും കാര്യത്തിൽ ദയയും കാരുണ്യവുമുള്ള അങ്ങേയറ്റത്തെ അനുകമ്പയുള്ള ഒരു പ്രവാചകൻ. അള്ളാന്റെ സർട്ടിഫിക്കറ്റാ. അത്രയും അധികം നാം ഓരോരുത്തരെയും സ്നേഹിച്ച നമ്മുടെ പ്രവാചകൻ. ഈ പ്രവാചകനെ സ്നേഹിക്കാന് ആ ഒരു പ്രവാചകന്റെ സ്നേഹം തിരിച്ചറിഞ്ഞാൽ മാത്രമേ സാധിക്കുള്ളൂ കേട്ടോ. ഇനി ആ സ്നേഹം മാത്രമാണോ, അത് മാത്രമാണോ നമ്മുടെ പ്രവാചകനെ സ്നേഹിക്കാനുള്ള കാരണോ? അല്ലട്ടോ. നാം എല്ലാവരും ഒരു ലക്ഷ്യമുള്ള ആളുകൾ. എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം തിരിച്ചറിഞ്ഞിട്ടുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. ആ ലക്ഷ്യത്തിനനുസരിച്ചാണോ നമ്മുടെ ജീവിതം എന്നുള്ള മറ്റൊരു വസ്തുത. ഓരോരുത്തരും ഓരോ രൂപത്തിലാവും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ജീവിതം മുന്നോട്ട് പോകുന്നത്. എന്ന് വെച്ചാലും ആ ലക്ഷ്യം തിരിച്ചറിഞ്ഞ് ആ ലക്ഷ്യത്തെ അതിയായി ഉൾക്കൊള്ളുന്ന, അതിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നാം ഓരോരുത്തരും. എങ്കിൽ ആ ലക്ഷ്യത്തെ നമുക്ക് മനസ്സിലാക്കി തന്ന, ആ ലക്ഷ്യം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ആ കാരണത്തെ അതിയായി ഇഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ആ ഒരു സമയം മറനീക്കിക്കൊണ്ട് പൂർണ്ണചന്ദ്രനെ പോലെ തങ്ങളുടെ മുന്നിൽ റബ്ബ് പ്രത്യക്ഷപ്പെടുന്ന ആ അത്യുജ്വലമായ സമാനതകളില്ലാത്ത ആ നിമിഷം സാക്ഷ്യം വഹിക്കുന്ന ആ ഒരു സമയം, അതിന് കാരണക്കാരനായിട്ടുള്ള നമ്മോട് ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന നമ്മുടെ കരളിന്റെ കഷ്ണമായ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാരണത്തിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് ആ നിമിഷം സാക്ഷ്യം വഹിക്കാൻ ആഗ്രഹിക്കാത്ത ഏതെങ്കിലും വിശ്വാസികൾ ഉണ്ടാവോ? ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയോ നമ്മുടെ പ്രയോറിറ്റികളൊക്കെ മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടതാണ്. അത്രയും അധികം നമ്മെ ഇഷ്ടപ്പെട്ട ആ പ്രവാചകനെ, ഏത് രൂപത്തിലാണ് ആ പ്രവാചകനെ നാം സ്നേഹിക്കുക? പലപ്പോഴും നമ്മളൊക്കെ മനസ്സിലാക്കിയ പോലെ ഒരിക്കലും മെറ്റീരിയലിസ്റ്റിക് ആയിക്കൊണ്ടുള്ള ഒരു സ്നേഹമല്ല കേട്ടോ അള്ളാന്റെ പ്രവാചകനോട് ഓരോ വിശ്വാസികൾക്കും ഉണ്ടാവേണ്ടേ. ഒരിക്കലും അല്ല. ഭൗതികവാദപരമായിട്ടുള്ള ഒരു സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവാചക സ്നേഹമല്ല, പ്രവാചകനോടുള്ള ഒരു അവഹേളനാണെന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇന്ന് പല റിസർച്ചുകളാ ഏത് രൂപത്തിലായിരുന്നു നടന്നത്, റസൂൽ ഇരുന്നത്, റസൂലിന്റെ ഓരോരോ ക്യാരക്ടറിസ്റ്റിക്സ് എടുത്തുകൊണ്ടുള്ള ഓരോ ഗവേഷണങ്ങളാ. ആ റസൂൽ മുന്നോട്ട് വെച്ച് തന്നിട്ടുള്ള ജീവിത മാതൃക അതെന്താണെന്ന് അറിയാൻ പോലും ശ്രമിക്കാതെ, അത് ഉൾക്കൊള്ളാതെ കേവലം റസൂലിന് മനുഷ്യ സഹജമായിട്ടുള്ള എല്ലാ രൂപങ്ങളും ഭാവങ്ങളും മാത്രം അന്വേഷിച്ചുകൊണ്ട് അതിനെ അനുകരിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അവഹേളനം തന്നെയാണെന്നുള്ളത് നാം കൃത്യമായിട്ട് മനസ്സിലാക്കുക. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. റസൂലിനെ ഞാൻ അയച്ചിട്ടില്ല ഈ ഭൂലോകത്തേക്കുള്ള കാരുണ്യമായിട്ടല്ലാതെ എന്ന് അള്ളാഹു പറയുന്ന സമയത്ത് ആ കാരുണ്യവും ആ സഹാനുഭൂതിയും ആ ദയയും അതിന്റെ ഒന്നും ഒരു അംശം പോലും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കാതെ പിന്നീടുള്ള എല്ലാ അനുകരണങ്ങളും വെറും കാട്ടിക്കൂട്ടലുകൾ മാത്രം കേട്ടോ. ആ സ്വഭാവം എന്തായിരുന്നു എന്ന് തിരിച്ചറിയാനുള്ള ഒരു ശ്രമം പോലും നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ആ പ്രവാചക സ്നേഹം പറഞ്ഞു നടക്കുന്നത് അത് വെറും ആളുകളെ കാണിക്കാൻ വേണ്ടി മാത്രമാണുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്തായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം? മഹദിയായിട്ടുള്ള സ്വഭാവം, മഹദിയായിട്ടുള്ള ആയിഷ റളിയല്ലാഹു അൻഹ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഫഇന്ന ഖുലുഖൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാനൽ ഖുർആൻ. സിമ്പിളാ. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ തുറന്ന പുസ്തകമായിട്ട് കിടക്കുന്ന ആ ഖുർആൻ അതിന്റെ പൂർണ്ണമായിട്ടുള്ള തനി രൂപമായിരുന്നു എന്ന് കൃത്യമായിട്ട് നമ്മ ഓരോരുത്തരോടും പറഞ്ഞു തരുന്ന സമയത്ത് ആ ഖുർആനിലൂടെ ആ റസൂലിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ആ ഖുർആനിലൂടെ തന്റെ സ്വഭാവം രൂപീകരിക്കാനുള്ള ഒരു ശ്രമം പോലും നടത്താതെ പിന്നീട് ആ ഖുർആന് നേരെ വിപരീതമായിട്ട് വരുന്ന മറ്റ് പല പണ്ഡിതോദ്ധരണികളിലൂടെയൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇങ്ങനെ തോരാതെ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുമ്പോഴേ അതിൽ പ്രവാചക സ്നേഹമാണോ, ആ പ്രവാചകൻ കാണിച്ചു തന്നിട്ടുള്ള മാതൃകയോടുള്ള നേരെ പുറം തിരിഞ്ഞു നിൽക്കലാണോ എന്നുള്ളത് കൃത്യമായിട്ട് നാം ഗൗരവത്തോടു കൂടി പരിശോധിക്കേണ്ട ഒരു വസ്തുത.
അള്ളാന്റെ റസൂലിന്റെ ആ റസൂല് മുൻപോട്ട് വെച്ച് തന്നിട്ടുള്ള ജീവിത മാതൃക, ആ മൂല്യങ്ങള് അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യാ ബുനയ്യ, അല്ലയോ പൊന്നു മകനെ എന്ന് പറഞ്ഞുകൊണ്ട്, ഇൻ ഖദർതു അൻ തുസ്ബിഹ വ തുംസ, നിനക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ രാവിലെയും വൈകിട്ടും വലൈസ ഫീ ഖൽബിക ഇശ്ശുൻ ലി അഹദിൻ ഫഫഅൽ, ഒരാളോടും നിന്റെ ഹൃദയത്തിൽ വിദ്വേഷമില്ലാതെ രാവിലെ മുതൽ വൈകിട്ട് വരെയും വൈകിട്ട് മുതൽ തിരിച്ച് രാവിലെ വരെയും നിനക്ക് കഴിച്ചു കൂട്ടാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നീ ആ രൂപത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് പറയുന്നത് എന്താണെന്നുണ്ടല്ലോ, വീണ്ടും വിളിക്കുക, യാ ബുനയ്യ, അല്ലയോ പൊന്നു മകനെ, വദാലിക മിൻ സുന്നതി, അതാണ് എന്റെ സുന്നത്തിൽ പെട്ടിട്ടുള്ളത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വമൻ അഹ്യാ സുന്നതി, ആർ എന്റെ സുന്നത്ത് പ്രകാരം ജീവിക്കുന്നുവോ, വഖദ് അഹബ്ബനി, അവരെന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടുള്ള മാതൃകയെ ഏത് രൂപത്തിലാ വേണ്ടതെന്നുള്ള കൃത്യമായിട്ട് നമ്മുടെ മുന്നിൽ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് തപ്പി ഇങ്ങനെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. വഖദ് അഹബ്ബനി, അവരാണ് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. വമൻ അഹബ്ബനി, ആർ എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, വഹുവ മഅയ ഫിൽ ജന്ന, അവരാണ് എന്റെ കൂടെ സ്വർഗത്തിൽ എന്റെ കൂടെ. ഒന്ന് ആലോചിച്ച് നോക്കി, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ നാം എത്താൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ആ ഒരു സ്ഥലത്തോട്ട് എത്തിപ്പെടുന്ന വാഗ്ദാനെ നമ്മളോട് നേരിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, ഏത് രൂപത്തിലാണ് അങ്ങോട്ട് എത്തേണ്ടത് എന്നുള്ളത്. ഒരുപാട് ജീവിത മാതൃക, ജീവിത മൂല്യങ്ങള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിനോടൊന്നും നേരെ വിപരീതമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുക, എന്നിട്ട് റസൂലിന് ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞിട്ട് തോന്നിയ രൂപത്തിലുള്ള ഓരോ പ്രവർത്തനങ്ങൾ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുറിയിലോട്ട് ഇങ്ങനെ കടന്നു ചെല്ലുന്നുണ്ട്. അപ്പൊ മുറിയിൽ കാണുന്ന കാര്യങ്ങൾ ഇങ്ങനെ കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം ഞെട്ടലോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. ഒരു തോൽസഞ്ചി ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്, അവിടെ ഒരു അറ്റത്ത് കുറച്ച് ബാർലി അവിടെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്, ഒരു ഈത്തപ്പനയുടെ ഒരു കട്ടിയുള്ള ഒരു പായ വിരിച്ചിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മേലെ കിടക്കുക. കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന് അതിയായ വിഷമം വന്നു. അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വരാൻ തുടങ്ങി, പൊടിയാൻ തുടങ്ങി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തിനാണ് ഉമറെ താങ്കൾ വിഷമിക്കുന്നത് എന്നുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു പറയാ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഓരോ ഭരണാധികാരികള്, സീസറിന്റെയും കൊസ്ട്രന്റെയും ഒക്കെ അവസ്ഥ എന്താണെന്നുള്ളത് താങ്കൾക്ക് അറിയോ? അവരൊക്കെ രാജകീയമായിട്ടുള്ള അത്യാഡംബര ജീവിത ശൈലികളിലൂടെ മുന്നോട്ട് പോവുക. ഈ ലോകത്തിന്റെ നേതാവായിട്ടുള്ള റസൂലെ, താങ്കൾക്ക് അല്പമെങ്കിലും താങ്കളുടെ സുഖ സൗകര്യങ്ങൾ ഒന്ന് നോക്കിക്കൂടെ എന്ന് പറഞ്ഞ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുഞ്ചിരിയോടുകൂടി തിരിച്ചു പറഞ്ഞിട്ടുള്ളതാണ്, അമാ തർള അൻ തകൂന ലഹും അദ്ദുനിയ വലനൽ ആഖിറ. ഉമറേ, നിങ്ങൾ ഇത് ആലോചിച്ചുകൊണ്ട് താൻ വിഷമിക്കുകയാണോ വേണ്ടത്? സന്തോഷിക്കല്ല വേണ്ടത്. അവർക്ക് ഈ ദുനിയാവും നമുക്ക് ആഖിറത്തുമാണുള്ളത് എന്നുള്ള വസ്തുതയില് സന്തോഷിക്കല്ല വേണ്ടതെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു കൊടുത്തിട്ടുള്ള മറുപടി. മറ്റൊരു സന്ദർഭത്തില് ഒരു കൂട്ടം സഹാബാക്കള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ഇങ്ങനെ കടന്നു ചെല്ലുന്ന സമയത്ത് അദ്ദേഹം ഈ പറഞ്ഞ ഈ പായയുടെ മേലെ ഇങ്ങനെ സൈഡ് ചെരിഞ്ഞ് കിടന്നുകൊണ്ടിരിക്കുക. അവർ വന്നപ്പം അദ്ദേഹം എണീറ്റിരുന്നപ്പം അദ്ദേഹത്തിന്റെ പായയുടെ മേലെ തട്ടിയിട്ടുള്ള ശരീരത്തിന്റെ ഭാഗങ്ങളിലൊക്കെ ഈ ഒരയുള്ള ഈ പായ തട്ടിയിട്ട് ഇങ്ങനെ ചുവന്ന പാടുകൾ മുഴുവൻ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് വേദനിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. അവർക്ക് വല്ലാത്ത വിഷമം തോന്നി. അള്ളാന്റെ റസൂൽ, ഈ രൂപത്തിൽ കഷ്ടപ്പെടേണ്ട വല്ല ആവശ്യമുണ്ടോ താങ്കൾക്ക് നല്ലൊരു മെത്ത ഞങ്ങൾ കൊണ്ടുവന്ന് തരട്ടെയോ എന്ന് പറഞ്ഞപ്പോ റസൂൽ തിരിച്ചു പറഞ്ഞിട്ടുള്ള മറുപടി, മാലി വലിദ്ദുനിയ, ഏയ് ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? മാ അന ഫി ദുനിയ ഇല്ലാ കറാകിബിൻ ഇസ്തദൽ തഹ്ത അശ്ശജറ. ഞാന് ഈ ലോകത്ത് ഏത് രൂപത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേവലം ഒരു സഞ്ചാരിനെ പോലെ, ഒരു ക്ഷീണം വരുമ്പം അല്പസമയം ആ ക്ഷീണം മാറ്റാൻ വേണ്ടി ഒരു മരത്തണലിൽ വിശ്രമിക്കുന്ന ഒരു സഞ്ചാരിയെ പോലെ അല്ലാതെ മറ്റൊന്നുമല്ല ഞാന്.
എന്നിട്ട് അവിടെ നിന്ന് പിന്നീട് സഞ്ചാരം തുടരുന്ന അല്പനേരത്തേക്കുള്ള ഒരു വിശ്രമം മാത്രമേ എനിക്ക് ഈ ലോകത്തോടുള്ളൂ. അതാണ് എനിക്ക് ഈ ലോകത്തോടുള്ള സമീപനം. എനിക്ക് സുഖ സൗകര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ ഇതാരായിരുന്നു പറഞ്ഞത് എന്നുള്ളത് നാം ഓരോരുത്തരും ചിന്തിക്കണം കേട്ടോ. നിവൃത്തിയില്ലാത്തത് കൊണ്ട് ആ രൂപത്തിലുള്ള ഒരു ജീവിതശൈലി കൊണ്ട് മുന്നോട്ട് പോയ ഒരാളായിരുന്നോ എന്ന് നാം ആലോചിക്കേണ്ട ഒന്നാ. ഒരുപാട് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരാള്, ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണ സമയത്ത് ഒരുപാട് സ്വത്തുക്കൾ റസൂലിന്റെ പേരിൽ കൈമാറി കിട്ടിയിട്ടുള്ള അതേ മനുഷ്യൻ, യുദ്ധ സ്വത്തുക്കളില് വലിയൊരു വിഹിതം നേർക്ക് നേർ കൈകളിലോട്ട് തബൂക്ക് യുദ്ധത്തിലൊക്കെ ഒരുപാട് യുദ്ധം മുതല് കൈവരിച്ചിട്ടുള്ള അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറയാണ്, ഈ ലോകത്തുള്ള ഒരു സുഖ സൗകര്യങ്ങളും എനിക്ക് വേണ്ട, ഈ രൂപത്തിലുള്ള ജീവിതം തന്നെ എനിക്ക് ധാരാളമായിരുന്നു എന്ന് പറയുന്ന സമയത്ത് ഒന്ന് ചിന്തിച്ചു നോക്കുക. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നോട്ട് വെച്ച ജീവിത ശൈലി മാതൃക, അതിന്റെ ഒരു അംശമെങ്കിലും അത് കൊയ്ക്കൊള്ളാൻ ഞാനും നിങ്ങളൊക്കെ സന്നദ്ധരായിട്ടുണ്ടോ എന്നുള്ളത്. ആ റസൂലിനെ സ്നേഹിക്കുന്നു, ആ റസൂലിനോടുള്ള ഹുബ്ബുണ്ട് എന്ന് അവകാശപ്പെടുമ്പോ എത്രത്തോളം സത്യസന്ധത, ആത്മാർത്ഥത നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട് എന്നുള്ളതൊന്ന് കൃത്യമായിട്ടൊന്ന് ആലോചിച്ച് നോക്കാം. അതിനൊന്നും തയ്യാറാവൂല. പിന്നീട് ഈ പറഞ്ഞ പോലെ ഏത് രൂപത്തിലായിരുന്നു നടന്നത്, ഏത് രൂപത്തിലായിരുന്നു ചെരിഞ്ഞിരുന്നത്, ഏത് രൂപത്തിലായിരുന്നു താടി ഒഴിഞ്ഞു കളിച്ചിരുന്നത്, ഇതിലൊക്കെ മുൻപന്തിയിലുണ്ട്. നല്ല സുഖാണല്ലോ ചെയ്തു കൂട്ടാൻ വേണ്ടിയിട്ട്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, ആ റസൂലിനോട് ഹൃദയത്തിൽ സ്നേഹമുണ്ട് എന്നുണ്ടെങ്കിൽ ആ റസൂലിന്റെ മാതൃക പിൻപറ്റുന്ന, ആ മാതൃക ജീവിതത്തിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ സാധിക്കാതെ കേവലം സ്നേഹം എന്ന് പറഞ്ഞു നടക്കുകയും തങ്ങൾക്ക് തോന്നുന്നതും മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നാളെ ആ കൈകൾ പിടിച്ചുകൊണ്ട് അറബിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാനാകും എന്നുള്ള പ്രതീക്ഷ കേവലം പ്രതീക്ഷയിൽ മാത്രം ഒതുങ്ങിപ്പോകും എന്നുള്ളത് നാം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒന്നാണ്. ആ റസൂലിനെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന, അടുത്തറിഞ്ഞ് മനസ്സിലാക്കി ആ റസൂൽ മുന്നോട്ട് വെച്ച മാതൃകകൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന യഥാർത്ഥ വിശ്വാസികളാവാൻ വേണ്ടിയിട്ട് നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അക്കൂട്ടത്തിലുള്ള മഹാഭാഗ്യവാന്മാരിൽ റബ്ബ് നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ومن تبعهم بإحسانهم إلى يوم الدين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أيها الناس أوصيكم إياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ യഥാവിധി മനസ്സിലാക്കി അവനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. നമുക്ക് ഒരു വ്യക്തിയെ പല രൂപത്തിൽ സ്നേഹിക്കാൻ സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്കൊരാളെ സ്നേഹിക്കാം. അതല്ല, ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ രൂപത്തില് സ്നേഹം കൈമാറാൻ സാധിക്കും. നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തി ഡയബറ്റിക് പേഷ്യൻ്റ് ആയിട്ട് ഒരു വിരല് മുറിച്ചു മാറ്റി റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കാണാൻ പോകും. അദ്ദേഹത്തോടുള്ള സ്നേഹം അറിയിക്കാൻ വേണ്ടിയിട്ട് 2 കിലോന്റെ ക്രീം കേക്കും കുറച്ച് പേടയും കുറച്ച് കാജു ബർഫിയും ഒക്കെ കൂടി വാങ്ങി, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഒരുപാട് പൈസ ഒക്കെ മുടക്കി വാങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് അത് ചിലപ്പോ ഒരു സ്നേഹപ്രകടനമായിട്ടാവില്ല അവിടെ കണക്കാക്കപ്പെടും, ഒരു അവഹേളനമായിട്ടാവും. നാം ഇഷ്ടപ്പെടുന്ന പോലെ നമുക്ക് ഇതൊരു സ്നേഹപ്രകടനമാണ് എന്ന് തോന്നിയത് കൊണ്ട് മാത്രം അത് മറുവശത്ത് അവർ സ്നേഹപ്രകടനമായിട്ട് ചിലപ്പോൾ കണക്കാക്കിക്കൊള്ളണം എന്നില്ല. ഇന്നലെ രാത്രി മുതൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പല പള്ളികളും ഒരുപാട് LED ലൈറ്റുകൾ കൊണ്ടൊക്കെ അലങ്കരിക്കാൻ തുടങ്ങിയിരിക്കുക. മത്സരങ്ങളാണ്. അപ്പുറത്ത്
സ്റ്റാർ തൂക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് വലിയ ചന്ദ്രക്കല വെച്ചിട്ടാണ് തൂക്കിയിട്ടുള്ളത്. ഒരു വശത്ത് പച്ച ലൈറ്റ് ആണെങ്കിലും മറുവശത്ത് പച്ചയും ചുവപ്പും നീലയും മഞ്ഞൊക്കെ വെച്ചിട്ട് കോമ്പറ്റീഷനാണ്. പിന്നെ പല രൂപത്തിലുള്ള അലങ്കാരങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാന്റെ റസൂലിനോടുള്ള സ്നേഹത്തിന്റെ പ്രകടനത്തിന്റെ ഭാഗമായിട്ടാണ് പലരും ഇതൊക്കെ ചെയ്യുന്നത്. അത് യഥാരൂപത്തിലുള്ള റസൂലിനോടുള്ള സ്നേഹപ്രകടനമാവുമോ എന്നുള്ള പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ ഇതാകാൻ സാധിക്കൂ. നമുക്ക് തോന്നിയ രൂപത്തിൽ സ്നേഹം പ്രകടിപ്പിച്ചത് കൊണ്ട് അത് നാളെ പരലോകത്ത് ആ റസൂലിനെ കണ്ടുമുട്ടാൻ അവസരം ലഭിക്കുന്ന ഒരു സന്ദർഭത്തിൽ ആ രൂപത്തിലാവണം എന്നില്ല. അത് കണക്ക് കൂട്ടപ്പെടുക എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി അതിന്റെ മറൊരു വശം ഉണ്ട് കേട്ടോ. നമ്മൾ മനസ്സിലാക്കിയ രൂപത്തില് തെറ്റായിട്ടുള്ള രൂപത്തിൽ പ്രകടനങ്ങൾ നടത്തുന്ന ആളുകൾക്കെതിരെ അതിന്റെ വിമർശിക്കുന്ന സമയത്തും അവിടെയും റസൂലിന്റെ മാതൃക പിൻപറ്റേണ്ടതും ആ റസൂലിനോടുള്ള ഇഷ്ടം കൈവിടാതിരിക്കേണ്ടതും ഒരു പ്രധാനപ്പെട്ട ഒരു മേഖല തന്നെയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുക. പലപ്പോഴും ആ വിമർശനത്തിൽ അതിരുകൾ കവിഞ്ഞുപോയി ഇസ്ലാമികപരമല്ലാത്ത രൂപത്തിൽ കലാപങ്ങളും മോശപ്പെട്ട രീതിയിലുള്ള അവഹേളനങ്ങളും ഒക്കെ ആയിക്കൊണ്ടാണ് ആ പ്രതിഷേധങ്ങളും അതിനെതിരെ പ്രതികരിക്കുന്നതും വരുന്നുണ്ടെങ്കിൽ പിന്നീട് ആ കൂട്ടരിൽ ആരാണ് കൂടുതൽ മെച്ചപ്പെട്ടത് എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പല നബിദിന റാലികളൊക്കെ പോകുന്ന സമയത്ത് അതിന്റെ മുന്നിൽ പ്ലക്കാർഡുകളൊക്കെ പിടിച്ചുകൊണ്ട് മോശമായിട്ടുള്ള പല എഴുത്തുകളും എഴുതി അവരെ ആക്ഷേപിച്ചുകൊണ്ടൊക്കെ ഉള്ള ഒക്കെ കഴിഞ്ഞ കുറെ വർഷങ്ങളിലൊക്കെ കാണാനൊക്കെ പറ്റിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂല് ഓരോ കാര്യങ്ങളും ഇടപെടേണ്ട മാതൃക നമ്മുടെ മുന്നിൽ വെച്ച് തന്നിട്ടുണ്ട്. അതിനപ്പുറത്തോട്ട് ഏത് രൂപത്തിലാണെങ്കിലും ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതിലാണെങ്കിലും ആ പ്രകടിപ്പിക്കുന്നത് തെറ്റാണെങ്കിൽ അതിനെ വിമർശിക്കുന്നതിലാണെങ്കിലും ഒക്കെ ആ റസൂലിന്റെ മാതൃകക്കപ്പുറം പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കും നാം ചെയ്തു കൂട്ടുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടതാണ്. ഈ വിമർശിക്കുകയും അതിനു വേണ്ടിയിട്ടൊക്കെ മുന്നിൽ ഇങ്ങനെ ഇറങ്ങി തിരിക്കുന്നൊക്കെ സമയത്ത് ഒന്ന് സ്വയം വിചാരണ കൂടി നടത്തേണ്ടതുണ്ട് കേട്ടോ. അതിനുവേണ്ടി മുൻഗണന കൊടുത്തുകൊണ്ട് അതിന്റെ മുന്നിൽ വീര പോരാളിയായി നിൽക്കുന്ന സമയത്തും നേതൃത്വം കൊടുക്കുന്ന സമയത്തും എപ്പോഴെങ്കിലും എൻ്റെ ഉള്ളിൽ ആ അള്ളാഹുവിന്റെ റസൂലിനോട് ഉണ്ടാവേണ്ട ആ ഒരു സ്നേഹത്തിന്റെ ഒരു അംശത്തിൽ നിന്ന് അല്പം കുറഞ്ഞു പോയിട്ടുണ്ടോ, അതിനുള്ള പ്രാധാന്യമൊക്കെ പലപ്പോഴും ഈ വിമർശനങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് മാറ്റിവെച്ച് പോകുന്നുണ്ടോ എന്നുള്ളത് കൂടി നാം ഓരോരുത്തരും നമ്മുടെ ഉള്ളിലേക്ക് ഒരു മുഹാസബ നടത്തേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് നിർത്താതെ ഒരു ഗ്യാപ്പ് കൊടുക്കാതെ റസൂലിനെ കുറിച്ചുള്ള മദ്ഹകൾ പറയുകയും പാടുകയും ഒക്കെ ചെയ്തിരുന്നവരായിരുന്നു. ഈ വിമർശിക്കുന്നതിന്റെ ഈ തിരക്കില്, ബിദ്അത്തുകൾ കണ്ടുപിടിക്കുന്നതിന്റെ തിരക്കില് പലപ്പോഴും ആ മദ്ഹകളൊക്കെ നമുക്ക് അന്യമായി പോയിട്ടുണ്ടോ എന്നുള്ളത് നാം സ്വയം ഇതിന്റെ കൂടെ തന്നെ വിലയിരുത്തേണ്ട ഒന്നും തന്നെ. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്വലാത്ത് അത് കേവലം നമസ്കാരത്തിന്റെ അത്തഹിയ്യാത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒന്നായി മാറിയിട്ടുണ്ടോ ഈ മറ്റുള്ളവരെ തിരുത്താൻ വേണ്ടി നടക്കുന്ന സമയത്ത് എന്നുള്ളത് നാം സ്വയം ഓരോ കാര്യങ്ങള് മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുമ്പോൾ എന്റെ ഉള്ളിലുള്ള തെറ്റുകൾ ഞാൻ ആ രൂപത്തിൽ പെർഫെക്റ്റ് ആണോ എന്നുള്ള വിലയിരുത്തൽ കൃത്യമായിട്ട് നടത്തുന്നവരായിരിക്കും ഓരോ വിശ്വാസിയും ഓരോ നിമിഷത്തിലും. അത് നാം ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുക. ബാക്കി ബിദ്അത്തുകൾക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് മുന്നിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥ രൂപത്തിൽ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് മാതൃക കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മുന്നിലായിട്ടാണ് ഉണ്ടാവുക. പക്ഷേ പലപ്പോഴും ഏതെങ്കിലും രൂപത്തില് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥ രൂപത്തിൽ ഖുർആനിൽ അള്ളാഹു നമ്മോട് പരിചയപ്പെടുത്തി തന്നതിന് വിപരീതമായിട്ടാണ് നാം ലോകത്തോട് കാണിച്ചു കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കി അത് വെറും പൊള്ളയായിട്ടുള്ള ഒരു സ്നേഹം മാത്രമാണെന്നുള്ളത്. അള്ളാന്റെ റസൂലിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു, വല്ലദീന യുദൂന റസൂലുള്ളാഹി ലഹും അദാബുൻ അലീം. അള്ളാന്റെ റസൂലിനെ കുറിച്ച് മോശമായിട്ട് ഒരു കാര്യം പറയുകയോ ചെയ്യുകയോ ചെയ്യുന്നവർക്ക് ഏറ്റവും നിന്ദ്യരായിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലുള്ള കഠിനമായിട്ടുള്ള ശിക്ഷയാണെന്ന് അള്ളാഹു പറയുന്ന സമയത്ത് പലപ്പോഴും ആ ഖുർആൻ ആയത്തിന് ഒരു വക പോലും വെച്ചു കൊടുക്കാതെ മറ്റു പല പണ്ഡിതന്മാരുടെ ഉദ്ധരണികളിലോട്ടും തിരിഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മോശമായിട്ട് ആളുകൾ ചിത്രീകരിക്കുന്നതിനൊക്കെ അതൊക്കെ അങ്ങനെയൊക്കെ പലപ്പോഴും പല സന്ദർഭത്തിൽ ലൈംഗികമായിട്ടുള്ള രൂപത്തിലും പല ഇടപെടലുകളിലും ഏറ്റവും അറപ്പ് തോന്നുന്ന രീതികളിലുള്ള ഇടപെടലുകൾ വരെ അതൊക്കെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ റസൂലിനെ ഞങ്ങൾ സ്നേഹിക്കുന്നു, അതൊന്നും നിങ്ങൾ വിമർശിക്കേണ്ട എന്ന് പറയുന്ന അത്രയും അല്പരായിട്ടുള്ള ആ റസൂലിനെ ആളുകളുടെ ഇടയിൽ അവഹേളിക്കുന്നവരായിട്ട് പോലും നാം മാറാറുണ്ടോ
എന്ന് നാം കൃത്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു വസ്തുത. അള്ളാഹു ഗൗരവത്തോടുകൂടി നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു, അക്രമികൾ പറയുന്ന ഒന്നാണ്, മാരണം ബാധിച്ച ഒരാളെ അല്ലാതെ നിങ്ങൾ പിൻപറ്റുന്നില്ല എന്ന് അള്ളാഹു പറയുന്ന സമയത്തും ആ ഖുർആൻ ആയത്തിന് ഒരു വില പോലും കൊടുക്കാതെ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും കേട്ടിട്ടും കണ്ടിട്ടും പറഞ്ഞ് ആവർത്തിച്ചിട്ടുള്ളതുമായിട്ടുള്ള രൂപത്തിൽ, അതൊക്കെ ചില പ്രത്യേക സന്ദർഭത്തിൽ ചിലപ്പോൾ റസൂൽ ആ രൂപത്തിൽ ബുദ്ധിഭ്രമം ബാധിച്ചുകൊണ്ടോ ആ രൂപത്തിലൊക്കെ നടന്നിട്ടുണ്ടാവും. പക്ഷെ ആ റസൂലിനെ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോ ഏത് രൂപത്തിലാണ് ആ റസൂലിനെയും ആ റസൂൽ നമ്മുടെ മുന്നിൽ കൊണ്ടുവച്ച് തന്നിട്ടുള്ള ആ റസൂലിന്റെ തനി സ്വഭാവത്തിന്റെ സ്വരൂപമായിട്ടുള്ള ആ ഖുർആനിനും നമ്മൾ വില കൊടുക്കുന്നത് എന്ന് നമുക്ക് തരും. ഇതൊക്കെ പറയുന്നത് ആരൊക്കെയാണെന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും യൂറോപ്പ് രാജ്യങ്ങളിൽ നിന്ന് റസൂലിനെ കുറിച്ച് അവഹേളിക്കുന്ന ഏതെങ്കിലും കാർട്ടൂണൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്നേരം ഉണ്ടാവും റസൂലിനോടുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട് മുൻപന്തിയിൽ ചാടി പുറപ്പെടും. ആ കമന്റ് സെക്ഷനിൽ ഇങ്ങനെ നോക്കിയാൽ മതി. ഏറ്റവും അറയ്ക്കുന്ന രീതിയിൽ തെറിയ അഭിഷേകം നടത്താൻ വേണ്ടിയിട്ട് മുന്നിലുണ്ടാവും. റസൂലിനോടുള്ള സ്നേഹപ്രകടനം നടത്തുക, അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃകയ്ക്ക് പുല്ല് വില കൊടുത്തുകൊണ്ട് ആ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ കോപ്രായം കാണിച്ചു കൂട്ടുന്ന എന്നോടും നിങ്ങളോടും അള്ളാഹു കൃത്യമായിട്ടുള്ള താക്കീത് നൽകുകയാണ്. ആ റസൂലിന്റെ 7 അയലത്ത് പോലും എത്താൻ സാധിക്കാത്ത രൂപത്തിലാവുമോ നാം നാളെ പരലോകത്തേക്ക് പ്രവേശിക്കുക എന്നുള്ളത് നാം ഓരോരുത്തരും സ്വയം വിലയിരുത്തുക, സ്വയം മാർക്കിടുക. അള്ളാന്റെ റസൂലിന്റെ മാതൃകയില് പെട്ടിട്ടുള്ളതാണ് ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും നമുക്ക് എത്തിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സഹായം. കഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക്, ദുരിതങ്ങൾ നേരിടുന്നവർക്ക് നമ്മെക്കൊണ്ട് പറ്റുന്ന രൂപത്തിലുള്ള സഹായങ്ങളും അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും അതിൽ മുന്നിട്ടിറങ്ങാൻ അള്ളാന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികൾ ഏറ്റവും ആദ്യം മുന്നിലെ സൊഫിലുണ്ടാവും. ആ കാര്യത്തിൽ അതിലൊരു സംശയവും വേണ്ട. കൊളംബിയയില് ഒരു ഭൂകമ്പം നടന്ന് സമാനതകളില്ലാത്ത രൂപത്തിൽ, പേടിപ്പെടുത്തുന്ന രൂപത്തിലുള്ള മരണസംഖ്യകളും അതുപോലെ തന്നെ തീവ്രമായി ഗുരുതരമായി പരിക്കേറ്റവരുടെയൊക്കെ കണക്കുകളാണ് നമ്മുടെയൊക്കെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനകൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മുന്നിൽ ഉണ്ടാവണം. അതിനുവേണ്ടി മത്സരിക്കണം. നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ്, 1-2 ആഴ്ചകൾക്ക് മുൻപ് ഉണ്ടായിട്ടുള്ള തീവ്ര മഴയില് ചിലപ്പോ ഒരു പക്ഷേ നമ്മൾക്കൊക്കെ അത് അനുഗ്രഹമായിട്ടുള്ള മഴയായിട്ടാവും വന്നെത്തിയിട്ടുണ്ടാവുക. പക്ഷേ കേരളത്തിലെ എല്ലാ ഭാഗത്തിലുള്ളവർക്ക് ആ രൂപത്തിലല്ല കേട്ടോ എത്തിയിട്ടുള്ളത്. ഒരുപാട് മലയോര മേഖലകളില് താഴ്വാരങ്ങളിലൊക്കെ താമസിക്കുന്നവര് അവിടെ നിന്നൊക്കെ കുത്തൊഴുക്കും മലയോര വെള്ളച്ചാട്ടങ്ങളും വെള്ളപ്പാച്ചിലുകളും ഒക്കെ ആയിട്ട് ഒരുപാട് നാശനഷ്ടങ്ങളും, സ്വന്തം സ്ഥലത്ത് നിന്ന്, സ്വന്തം വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോവേണ്ട ആ ഒരു പ്രയാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലുള്ളൂ. ഒരു പക്ഷേ 2018-ലും 2019-ലും ഒക്കെ ഇതിൽ ചിലരെങ്കിലും അതിന്റെ ചില തോതിലുള്ള പ്രയാസങ്ങളൊക്കെ കണ്ടവരും അനുഭവിച്ചവരൊക്കെ ആയിരിക്കും. വല്ലാത്തൊരു പ്രയാസ. സ്വന്തം എന്ന് പറയുന്ന ഏതാനും കുറച്ച് സ്ഥലത്തില് ആ ഒരു വീട്ടിൽ നിന്ന് അകന്നു പോവേണ്ട ഒരുപാട് നാശനഷ്ടങ്ങളും അതുപോലെ തന്നെ കുടുംബങ്ങളിലുള്ളവർക്കുള്ള പ്രയാസങ്ങളും ഇതൊക്കെ കൺമുന്നിൽ കാണുന്ന ആ ഒരു കഷ്ടതകൾ നേടുന്ന ആൾക്കാർ, അവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും അള്ളാന്റെ റസൂലിന്റെ അനുയായികളായിട്ടുള്ള ഓരോ വിശ്വാസികളും മുന്നിൽ മത്സരിച്ചുകൊണ്ടുണ്ടാവും. ആ രൂപത്തിൽ അൽഹംദുലില്ലാഹ് ഒരുപാട് നമ്മുടെയൊക്കെ പ്രവർത്തകര് യൂണിറ്റിയുടെ നേതൃത്വത്തിലും മറ്റു പല മതസംഘടനകളിലെയും അല്ലാത്ത സംഘടനകളൊക്കെ നേതൃത്വത്തിൽ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് സഹായ സഹകരണങ്ങൾ, പ്രത്യേകിച്ച് ഈരാറ്റുപേട്ടയിലൊക്കെ ഈ വാഗമണും ആ ഉയർന്ന പ്രദേശത്തു നിന്നുള്ള ഭാഗത്തു നിന്നൊക്കെയുള്ള എല്ലാ വെള്ളവും അവർ നിൽക്കുന്ന പ്രദേശത്തേക്കാണ് വന്നെത്തിയിട്ടുള്ളത്. വീടുകളും മതിലുകളും അവിടെ വാഹനങ്ങളൊക്കെ നഷ്ടപ്പെട്ട അവസ്ഥയില് ആ സമയത്ത് പറ്റുന്ന പല സഹായ സഹകരണങ്ങളും ചെയ്യാൻ പലരും മുന്നിൽ ഉണ്ടായിരുന്നു. അള്ളാഹു അവർക്ക് എല്ലാവർക്കും ഏറ്റവും ഉയർന്ന തോതിലുള്ള പ്രതിഫലം നൽകി ഏറ്റവും ഉയർന്ന ദറജ നൽകുമാറാവട്ടെ. പക്ഷേ അവസാനിച്ചിട്ടില്ല കേട്ടോ. ആ ഒരു പ്രളയം എന്നൊക്കെ കേട്ട് ന്യൂസിൽ അത് നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഓടി മുന്നിക്ക് പോകാൻ ഒരു ആവേശമുണ്ട്. പക്ഷെ അതൊന്ന് കെട്ടുകഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അതങ്ങോട്ട് മറന്നു പോകുന്ന ഒരു പ്രവണത ഉണ്ടാവുക. ബുദ്ധിമുട്ടുകളൊന്നും അവസാനിച്ചിട്ടില്ല. അവർക്ക് പഴയ ജീവിതത്തിലോട്ട് എത്താൻ ഇനിയും ഒരുപാട് സഹായ സഹകരണങ്ങൾ ആവശ്യമുണ്ട്. ഒരുപാട് സാമ്പത്തിക സഹായങ്ങൾ പലതും നഷ്ടപ്പെട്ടിട്ടുള്ളവരാണ്. ഒരുപാട് ആവശ്യമുണ്ട്. ഒരിക്കലും കൈവിടാതെ ചേർത്ത് പിടിച്ച് അള്ളാന്റെ റസൂലിന്റെ അനുയായികളാണെന്ന് ലോകത്തേക്ക് വിളിച്ച് പറയുന്ന മാതൃകകളായിട്ട് നാം ഓരോരുത്തരും മാറേണ്ടതുണ്ട്. അതിനുള്ള ഒരു അവസരം നമ്മുടെ മുന്നിലുണ്ട്. ഇന്ന് ഇൻഷാ അല്ലാഹ് ഈ പള്ളിയിലുള്ള കളക്ഷന്, ഈ ഈരാറ്റുപേട്ടയില്
പുനരധിവാസത്തിന് വേണ്ടിയിട്ട് അവരുടെ ആ ആളുകൾക്ക് പഴയ ജീവിതത്തിലോട്ട് തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു കളക്ഷനാണ്. എല്ലാവരും ആത്മാർത്ഥമായിക്കൊണ്ട് അള്ളാന്റെ റസൂലിന്റെ മാതൃക മുൻനിർത്തിക്കൊണ്ട് ആ സഹായിക്കാൻ ഞാൻ മുൻപന്തിയിൽ ഉണ്ടാവും എന്നുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഏറ്റവും പറ്റുന്ന രൂപത്തിലുള്ള സഹായ സഹകരണങ്ങൾ നടത്തുക എന്നുള്ളത് കൂടി ഓർമ്മിക്കുക. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പ്രിയങ്കരനായ ഗുരുനാഥനായ നമ്മുടെ എല്ലാവരുടെയും പണ്ഡിതനായിട്ടുള്ള പല കാര്യങ്ങളും സംഘടനകൾക്ക് അതീതമായിക്കൊണ്ട് പഠനങ്ങൾ നടത്തി പഠിപ്പിച്ചിട്ടുള്ള ഗുരുനാഥനായ അബ്ദുൽ ഹമീദ് മദീനി നമ്മിൽ നിന്ന് വിടവാങ്ങിപ്പോയിട്ടുണ്ട്. ഒരുപാട് മേഖലകളിൽ നമുക്കെല്ലാവർക്കും അറിവ് പകർന്നു എന്നുള്ള, പ്രത്യേകിച്ച് ഷിയായിസത്തിന്റെയും സൂഫിസത്തിന്റെയും ഒക്കെ അതിന്റെ ഉള്ളിലുള്ള വിശ്വാസങ്ങൾ മുതൽ ഏത് രൂപത്തിലാണ് അത് പ്രതിഫലിച്ചു വരുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് കേരളത്തിലെ ഇസ്ലാഹി സമൂഹത്തെ പഠിപ്പിച്ചു തന്നിട്ടുള്ള മഹാനായിട്ടുള്ള അദ്ദേഹത്തിന്റെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. റബ്ബ് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അദ്ദേഹത്തെയും നമ്മെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി ഏറ്റവും ഉയർന്ന രൂപത്തിലുള്ള ദർജ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, നമ്മുടെ മധുമിത്രാദികൾ, നമ്മുടെ ഗുരുനാഥന്മാർ എല്ലാവർക്കും റബ്ബ് മഗ്ഫിറത്തും മർഹമത്തും നൽകി നാളെ അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നാളെ റബ്ബ് മറ നീക്കി പൂർണ്ണചന്ദ്രനെ പോലെ പ്രത്യക്ഷപ്പെടുന്ന അത്യുജ്വലമായ നിമിഷം സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന അതീവ ഭാഗ്യവാന്മാരിൽ റബ്ബ് നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാട്ടെ. അള്ളാഹുവിന്റെ ഹബീബിന്റെ നമ്മുടെ ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൾ പിടിച്ചുകൊണ്ട് ആ നിമിഷം സാക്ഷ്യം വഹിക്കുന്ന അള്ളാഹുവിന്റെ ഹബീബിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ ദാസന്മാരിൽ റബ്ബ് നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന് അവന്റെ അടിയാന്മാരിൽ ഒരിക്കലും സഹിക്കാനും പൊറുക്കാനും സഹിക്കാനും ക്ഷമിക്കാനും സാധിക്കാത്ത ശിർക്ക് എന്ന വൻ പാപത്തിന്റെ ലാഞ്ചനയിൽ നിന്ന് പോലും റബ്ബ് നാം ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ കഷ്ടതകൾ അനുഭവിക്കുന്നവരുണ്ട്, ദുരിതങ്ങൾ നേരിടുന്നവർ, പ്രളയം കൊണ്ടും ഭൂകമ്പം കൊണ്ടും മറ്റു പല രൂപത്തിലുള്ള സാമൂഹ്യ പ്രതിസന്ധികളും എല്ലാ രൂപത്തിലും അക്രമങ്ങൾ നേടുന്ന, അനീതികൾ നേടുന്നവർ എല്ലാവർക്കും റബ്ബിന്റെ വിശാലമായ സ്വബർ അവരുടെ മേൽ വർഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.